അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ ഷാമിൽ, അതെ, ഷാമിലിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഉപ്പയുടെ കാര്യം. പക്ഷേ എത്രയൊക്കെ ജോലി ചെയ്തിട്ടും ഉപ്പയ്ക്കുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കാൻ ശരിക്കും എനിക്ക് കഴിയുന്നില്ല. അതെ, ഈ ജോലി ചെയ്യലും അതിനിടയിൽ ഉപ്പയെ സംരക്ഷിക്കലും എല്ലാം കൂടി ആകുമ്പോൾ എന്തൊക്കെ തന്നെയാലും മുസ്തഫയോട് കാര്യങ്ങൾ ചോദിക്കുന്നു. എൻ്റെ ഉപ്പാക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്, സ്ട്രോക്ക് വന്ന നിലയിലാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ ഉപ്പയെ ഒന്ന് ചികിത്സിച്ച് എനിക്ക് മാറ്റണം. എൻ്റെ ഉപ്പ ഒരുപാട് പ്രായമായിട്ട് കിടക്കല്ല, എൻ്റെ ഉപ്പ ആരോഗ്യവാനായിരുന്നു. എന്ത് ചെയ്യാൻ, അങ്ങനെ ഒരു അവസ്ഥ വന്നു പോയി. എന്താ ചെയ്യുക? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? എന്നാൽ അപ്പോൾ തന്നെ മുസ്തഫ എന്ന മുത്ത് പറയുന്നു, ഷാമിൽ, നീ ഒട്ടും ഭയക്കണ്ട, ഉപ്പയ്ക്ക് പറ്റിയ ട്രീറ്റ്മെൻറ്റിനുള്ള സ്ഥലമുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാൻ കുറച്ച് പ്രയാസമുണ്ട്. ഈ ഒരു ജോലിയൊക്കെ ചെയ്തിട്ട് അത് ഏറ്റെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം. അത് അത്യാവശ്യം നമ്മൾ കിടത്തി ചികിത്സിക്കേണ്ട ഒരു ഇതാണ്. അല്ലാതെ ഹോസ്പിറ്റലിൽ പോയിട്ട് അന്ന് തന്നെ പോരുന്ന രീതിയിലല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അത്യാവശ്യം എക്സ്പെൻസീവായ ഒരു സംഭവമാണിത്. അതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് നമുക്ക് പറയാം. എന്താ, അത് പറ്റൂലേ? മുസ്തഫ പറഞ്ഞ ആ ഒരു വാക്കുകൾ കേട്ട് ഷാമിലിൻ്റെ മനസ്സിൽ അത് ചെറിയൊരു സ്വപ്നം. അതെ, എൻ്റെ ഉപ്പ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ എനിക്ക് ഏറ്റവും ഭാഗ്യമാണ്. എൻ്റെ ഉമ്മയെ എനിക്ക് നോക്കാൻ കഴിഞ്ഞില്ല, എൻ്റെ ഉപ്പയെങ്കിലും റബ്ബേ എനിക്ക് നോക്കാൻ എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ച് പോകുകയാണ്. റബ്ബേ, എനിക്ക് എൻ്റെ ഉപ്പയെ ഒന്ന് നീ എനിക്ക് തന്നിരുന്നെങ്കിൽ എനിക്ക്, എന്നാൽ ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ നന്ദിയുള്ളവനായിരിക്കും. എൻ്റെ ഉപ്പ എന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങളെയൊക്കെ നോക്കി വളർത്തിയത്. പക്ഷേ ഞങ്ങൾക്കൊന്നും ഇല്ലാത്ത, അതെ, ആ സ്നേഹം ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഉപ്പ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതാണ്, മഴയും വെയിലും കൊണ്ട് ജോലിക്ക് പോയിട്ടും അങ്ങനെയൊക്കെ. എന്നാൽ എൻ്റെ ഉപ്പാക്ക് ഈ ഒരു അവസ്ഥ വരുമ്പോൾ ഞാൻ ഉപ്പയെ നോക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെയധികം പ്രയാസമുള്ള കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഗൾഫൊക്കെ തൽക്കാലം നിർത്തിയിട്ട് ഇവിടെ നിൽക്കുന്നതും. പക്ഷേ എൻ്റെ മേഡമൊക്കെ പറയുന്നുണ്ട് ഉപ്പാക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്നൊക്കെ. എന്നാലും എനിക്ക് എൻ്റെ ഉപ്പയെ, പക്ഷെ ഉപ്പയെ ഒറ്റയ്ക്ക് അതെനിക്ക്, മുത്തു, ഷാമിൽ, നമുക്കൊന്ന് പോയി നോക്കിയാലോ? എന്നാൽ ആയിക്കോട്ടെ, അതിനെന്താ, നമുക്ക് തീർച്ചയായിട്ടും പോയി നോക്കാം. അവിടെ എന്ന് വെച്ചാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ എല്ലാ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുണ്ട്. പോരാത്തതിന് അവിടെ ഈ അന്തേവാസികളായ ആളുകൾ ഉണ്ടാവുമല്ലോ, ഈ ആരും ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും, അവരെ നോക്കാനുള്ളൊരു സെറ്റപ്പും കൂടി അവിടെയുണ്ട്. ഒരു നിമിഷം ഷാമിൽ ഞെട്ടിക്കൊണ്ട് പറഞ്ഞു, മുത്തു, എൻ്റെ ഉപ്പാക്ക് ഞാനുണ്ടല്ലോ മകനായിട്ട്, പിന്നെന്താ? അതല്ല പറഞ്ഞത്, അങ്ങനെയല്ല, എല്ലാ കാര്യത്തിലും. അതായത് ഫുഡ് ഉണ്ടാക്കുക, അങ്ങനെ ചില പ്രായമായ ആളുകൾക്ക് നല്ല ഇഷ്ടമായിരിക്കും എൻജോയ്മെൻറ്റിലൂടെ ജീവിക്കുക, അങ്ങനെ അവരെ സന്തോഷിപ്പിക്കുക. പക്ഷെ പല മക്കൾക്കും ബിസി ആയത് കാരണം, അതായത് എല്ലാവർക്കും ജോലി തിരക്കാണ്, ജോലി പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് മക്കൾ, എന്താ പറയുക, മാതാപിതാക്കളെ നോക്കാൻ സമയമല്ല. പേരക്കുട്ടികളുടെ ഒന്നൊരു കൊഞ്ചൽ കേൾക്കാൻ, അല്ലെങ്കിൽ തൻ്റെ മക്കളുടെ സ്നേഹത്തിൻ്റെ സംസാരം കേൾക്കാൻ ഒരുപാട് കൊതിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകും അല്ലേ? പക്ഷേ നമ്മൾ ജോലി തിരക്കിനിടയിൽ അതൊന്നും നമ്മൾ നോക്കാറില്ല. പാവപ്പെട്ട എത്രയോ ആളുകൾ അങ്ങനെ തൻ്റെ പൊന്നു മോൻ എൻ്റെ അടുത്ത് ഒരിക്കലും ഒന്നിരുന്നെങ്കിൽ ഒന്ന് ആഗ്രഹിച്ചു പോരുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. പക്ഷേ എല്ലാവർക്കും ജോലിയാണ്, തിരക്കാണ്. എന്നാൽ ഒരു നിമിഷം ആ പിതാവ് അല്ലെങ്കിൽ മാതാവ് വിട പറഞ്ഞു പോകുന്ന ഒരു സമയത്ത് അത് അവർ വിങ്ങിപ്പൊട്ടും. അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നോക്കുകയാണെങ്കിൽ അതിന് മുമ്പ് നോക്കണം. മുത്തു, നിങ്ങൾ എങ്ങനെയെങ്കിലും എനിക്ക് അതൊന്ന് നമുക്ക് എന്തായാലും പോയി നോക്കാം. ഞാൻ എൻ്റെ ഉപ്പയുടെ അരികിലേക്കൊന്ന് പോയി വരട്ടെ കേട്ടോ. അപ്പോഴിതാ നേരെ ഷാമിൽ ഉപ്പയുടെ അരികിലേക്ക് ഓടിപ്പോയി. എന്നാൽ അത് മുത്തു കാണുന്നുണ്ടായിരുന്നു. എന്തായാലും റബ്ബേ, അവനക്ക് ഉപ്പയെ നോക്കണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ അവിടെയുള്ള അവൻ്റെ എളാമ്മ, റബ്ബേ, എനിക്ക് പേടിയാണ് അവരെ. ഞാൻ എൻ്റെ റസിയെ വിവാഹം ആലോചിച്ചുകൊണ്ട് അങ്ങോട്ട് വന്ന സമയത്ത് എന്നെ ആട്ടി ഇറക്കിയതാണ് അവിടെ നിന്ന്. അത് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ റസിയെ വിവാഹം കഴിച്ചോളാം, എനിക്ക് അവൾ ഒത്തിരി ഇഷ്ടമാണ്,
എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അവരോട് ഞാൻ കേണപേക്ഷിച്ച് പറഞ്ഞു, പക്ഷേ അവർ വിലക്കെടുത്തില്ലത്. അവരൊരിക്കൽ പോലും വിലക്കെടുത്തില്ലെന്ന് മാത്രമല്ല, നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത് അവളെ കെട്ടാനുള്ളേ? ഓളെ ഞങ്ങളെല്ലാം പണക്കാർക്ക് കെട്ടിച്ചു കൊടുക്കുള്ളൂ, അല്ലാതെ ഇന്നെപ്പോലെ ഈ ജോലിയും വേലയും കൂലില്ലാത്ത ചെക്കന്മാർക്കല്ല. കൂലിപ്പണിക്കാർക്ക് എന്താ പെണ്ണ് കിട്ടൂലേ എന്ന് വരെ ഞാനൊന്ന് വിചാരിച്ചു. പക്ഷേ എന്തായാലും എന്ത് ജോലി ചെയ്തിട്ടാണെങ്കിലും ഞാൻ എൻ്റെ പെണ്ണിനെ നോക്കുമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, എൻ്റെ പെണ്ണിനെ അവൾക്ക് കെട്ടിച്ച് തന്നില്ല. അതെ, വേറെ ഏതോ ഒരാളെ കൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും കേണപേക്ഷിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് റസിയെ ഒത്തിരി ഇഷ്ടമാണ്. റസിയ അത് പറയും. എന്നാൽ റസിയയും അത് തന്നെ വാശി പിടിച്ചു. ഉമ്മ, എനിക്ക് കല്യാണം കഴിക്കുകയാണെങ്കിൽ മുത്തുവിനെ മതി. നിൻ്റെ ഒരു മുത്തു? എവിടുന്ന് കിട്ടിയ എനിക്കൊരു മുത്തുവിനെ? അതെ, നിനക്ക് നല്ല രീതിയിൽ ജീവിക്കണം, നല്ല ക്യാഷ് വേണമെന്നുണ്ടെങ്കിലേ നല്ല ആൾക്കാരൊപ്പം പോകണം, അല്ലാതെ ഈ നക്കാപ്പിച്ചക്ക് വകയില്ലാത്ത ഓരോടൊപ്പമല്ല പോകേണ്ടത്. മനസ്സിലായല്ലോ? ഉമ്മ പറയുമ്പോൾ എളാമയും കൂടി പറയും, എടി റസിയ, ഓർത്തോ, അത് ഇപ്പം എനിക്ക് നല്ല രസമായിരിക്കും, പക്ഷേ പിന്നെ എൻ്റെ ബുദ്ധിമുട്ടറിയാം. എന്നാൽ എന്ത് ചെയ്യാൻ? അതിന് ശേഷം അവൻ വിവാഹത്തിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചില്ല. അതെ, ആ രാത്രി എൻ്റെ കണ്ണീരിൻ്റെ രാത്രിയായിരുന്നു. വിവാഹപ്പന്തലിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന അവളെ സ്വീകരിക്കുവാൻ, അവളെ വിവാഹം കഴിക്കുവാൻ അതാ ഒരു ദുബായ്ക്കാരൻ വരികയാണ്, ഒരു ഗൾഫുകാരൻ്റെ ഭാര്യ. അതാണ് അവരൊക്കെ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് ആഗ്രഹിക്കുന്നതും അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും. അങ്ങനെ അവളത് ഒരു ഗൾഫുകാരൻ കാണാൻ വന്നിരിക്കുന്നു, പണക്കാരനായ ഒരു ഫോറിൻകാരൻ. അതെ, ഞാനൊക്കെ എന്ത്, ഞാനൊരു പാവം ഒരു കൂലിപ്പണിക്കാരൻ, എന്നെ എങ്ങനെ പറ്റും? പണവും പ്രതാപവും നോക്കി നടത്തുന്ന അവർക്കിതെങ്ങനെ പറ്റും? അറിയില്ല റബ്ബേ, എൻ്റെ റസിയ. എന്നാൽ റസിയ, അതെ, അവളുടെ വിവാഹം ഉറപ്പിച്ചു. കണ്ണീരോടെ അവളന്ന് എനിക്കൊരു കത്തെഴുതി. ആ ഒരു കത്തിൽ വളരെയധികം സങ്കടമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട മുത്തുക്ക, എന്നെ ഇവരെല്ലാവരും കൂടി വിവാഹം കഴിപ്പിച്ച് പറഞ്ഞേക്കാണ്. പക്ഷേ എനിക്ക് മനസ്സിൽ സമാധാനമില്ല, സന്തോഷമില്ല. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇവിടെ ഉരുകി തീരുകയാണ്. അത് ഞാനൊരു മാനസിക രോഗിയാവുന്നവരെ ഞാൻ ഭയപ്പെടുകയാണ്. കാരണം അവരെന്നെ ഒന്നിനും സമ്മതിക്കുന്നില്ല. എല്ലാവരും എന്നെ നിർബന്ധിപ്പിക്കുകയാണ് അതിനു വേണ്ടി. എൻ്റെ മുത്തുക്ക, സത്യം പറഞ്ഞാൽ നിങ്ങളില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല. എനിക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾ വേണം. നിങ്ങളില്ലാത്തൊരു ജീവിതം കഴിയില്ല മുത്തുക്ക, സത്യമായിട്ടും. അത് തൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനോട് അവളൊരു കത്തിലൂടെ അത് പറഞ്ഞു. അവൻ ആ കത്ത് വായിച്ചപ്പോൾ വിങ്ങി പൊട്ടിപ്പോയി. അത് തിരിച്ചൊന്ന് മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അതിനിടയിൽ അവൻ എഴുതി, എങ്ങനെയെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പെണ്ണെ, എൻ്റെ റസിയ, നീ എൻ്റെ ഹൃദയത്തിനുള്ളിൽ നീ മാത്രമാണ് എനിക്കെൻ്റെ ദുനിയാവിൽ വേറൊരു പെണ്ണില്ല. പക്ഷേ ഞാൻ നിന്നൊരിക്കലും നിരുത്സാഹപ്പെടുത്തുന്നില്ല. നീ ജീവിച്ചോ, നീയെങ്കിലും നല്ല രീതിയിൽ ജീവിക്ക്. എനിക്ക് ഏതായാലും അതിന് കഴിയില്ല, എനിക്ക് ഒരിക്കലും കഴിയില്ല നീയില്ലാത്തൊരു ജീവിതം. പക്ഷേ നിനക്കെന്നെ മറക്കാൻ കഴിയുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് നീ ജീവിക്കണം, ജീവിച്ച് കാണിച്ചു കൊടുക്കണം നിൻ്റെ വീട്ടുകാരുടെയൊക്കെ മുമ്പിൽ. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരിക്കൽ പോലും അള്ളാഹു നമ്മളെ ഒരുമിപ്പിക്കാൻ വിധിച്ചിട്ടുണ്ടാവില്ല അല്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം പൊന്നുമോളെ. നീ എന്തായാലും വിവാഹത്തിന് സമ്മതിക്കണം എന്ന് മാത്രമല്ല, നല്ല രീതിയിൽ അവൻ്റെ കൂടെ ജീവിക്കണം. അതെ, ദാമ്പത്യ ജീവിതം നയിക്കണം. എന്നിട്ട് അതിൽ മക്കളുണ്ടാകണം. ഒരിക്കൽ ഞാൻ ആ മക്കളെ കാണുമ്പോൾ ആ കുഞ്ഞു മക്കളെ വാരിയെടുത്ത് ചുംബിക്കും. അതെനിക്ക് അത്രക്കും നിന്നോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ടായിരിക്കും. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നീയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കണം എൻ്റെ റസിയ. അത് നിൻ്റെ പ്രിയപ്പെട്ട മുത്തുക്ക എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കത്ത് അതാ അവൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി തൻ്റെ കൂട്ടുകാരനെ ഏൽപ്പിക്കുന്നു. എന്നാൽ തൻ്റെ കൂട്ടുകാരൻ അവൻ ഒരു ചതിയനായിരുന്നു എന്നുള്ളത് അറിഞ്ഞില്ല. എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കും. എടാ, നീ ഇതൊന്ന് റസിയാക്ക് കൊടുക്കണം. നീയല്ലേ ആ കത്തെനിക്ക് കൊണ്ടുവന്ന് തന്നത്, അതുപോലെ നീ ഇതൊന്ന് കൊടുക്കണം കേട്ടോ, നീ മറക്കരുത്. നീ കൊടുക്കൂലേ? ആടാ, പിന്നെന്താ, ഞാൻ കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അങ്ങനെ
ആദ്യം തന്നെ കൂട്ടുകാരൻ ആ കത്ത് വായിച്ചു നോക്കുകയാണ്. ഓ നിന്റെ പ്രിയപ്പെട്ട മുത്തുക്ക, ഓ പ്രിയപ്പെട്ട റസിയക്ക്, ഓഹോ എന്തൊരു സ്നേഹം, അവർ തമ്മിലുള്ള ഭയങ്കര സ്നേഹം. ആ കത്ത് ആർക്ക് കൊടുക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നാൽ റസിയുടെ കൈകളിൽ ആ കത്ത് കൊടുത്തില്ല. പകരം അതാ എളാമയുടെ കൈകളിലാണ് ആ ഒരു കത്ത് അവൻ കൊടുത്തത്. അറിയാമായിരുന്നു എളാമ വല്ലാത്ത ജഗല സാധനമാണെന്നുള്ളത്. ആ കത്ത് കൊടുത്തപ്പോൾ എളാമ അത് നിർത്തി വായിച്ചു. താത്ത, ഇത് നിങ്ങൾ കണ്ടു നോക്കി, ഇത് വായിച്ചു നോക്കി. എന്താടി എന്താ ഇങ്ങോട്ട് നോക്കി നിങ്ങൾ കണ്ടില്ലേ? ഓനെപ്പോഴും കത്തയക്കലൊക്കെ തുടങ്ങിക്കണ് അങ്ങോട്ടും ഇങ്ങോട്ടും. എൻ്റെ റബ്ബേ, നേരെ അതാ വലിയൊരു വടിയെടുത്തുകൊണ്ട് ഉമ്മ നേരെ റസിയയുടെ റൂമിലേക്ക്. എടി റസിയ, നിന്നെ കാണിച്ചു തരാൻ മടി, ഇങ്ങോട്ട് ഇറങ്ങി വാടി. ആഹാ, നീ ഇപ്പോൾ കത്തയക്കൽ നിൻ്റെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഇതാണല്ലോ നിൻ്റെ പരിപാടി, എന്തിനു നന്ന് എന്നൊക്കെ പറഞ്ഞ് ഉമ്മ ഒരുപാട് അവളെ തല്ലിച്ചതച്ച്, കൂട്ടത്തിൽ എളാമയും. എന്നാൽ ഒരിക്കൽ പോലും എളാമക്ക് അവനെ വെറുതെ വിടണം തോന്നിയിരുന്നില്ല. ആഹാ, മുസ്തഫ എന്ന് പറഞ്ഞ ആ ചെക്കന് എത്ര ഇവിടെ നിന്ന് ആട്ടിവിട്ടതാണ്. ചെക്കന് അത്രക്കും ഇവിടെ തീരെ ഒരു ഒന്നിനും വകയില്ലാത്തവരാണ് ഓല്, കുടുംബക്കാരും തീരെ ഒന്നുമില്ലാത്ത പാവങ്ങൾ. എന്നിട്ടിപ്പോൾ ഓന് കല്യാണം അന്വേഷിച്ച് വന്നേക്കാണ്. ആഹാ, എന്താത്, ഓൻ എത്ര ആട്ടിവിട്ടതാണ്. ഇവൾക്ക് നല്ലൊരു ദുബായിക്കാരൻ വന്നപ്പോൾ അതിനും സമ്മതിക്കണില്ല. എന്നാൽ പിന്നെ ഓൻ കുറച്ച് പൈസ തരട്ടെ, അത് പണിയുണ്ട്. അപ്പോൾ തന്നെ അതാ ആ കത്തുമായിട്ട് അവൾ നേരെ അങ്ങാടിയിലെ ചെക്കന്മാരെടുത്ത് കൊടുത്തിട്ടുണ്ട്. അതേ, ഒരു പെൺകുട്ടിക്ക് അയക്കണ കത്താണിത്. ഈ ചെക്കനെ നിങ്ങൾ നന്നായിട്ടൊന്ന് പെരുമാറണം, അതിനുള്ള പൈസ ഞാൻ തരാം. എന്നാൽ അവർക്ക് പൈസ കിട്ടിയാൽ മതിയായിരുന്നു. അവർ പെട്ടെന്ന് തന്നെ അതാ അവനെ രാത്രി പള്ളിയിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ വളയുകയായിരുന്നു. പാവം ആ സാധു മനുഷ്യൻ നടന്നു പോകുമ്പോൾ അതാ ആദ്യമായി പിന്നിൽ നിന്ന് തലക്കൊരടി കിട്ടി. അവൻ ഒരു നിമിഷം അവിടെ തളർന്നിരുന്നു പോയി. അല്ലാ, ആരാ എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴേക്കും അതാ ഒരു കൂട്ടം ചെക്കന്മാർ വന്ന് അവനെ തല്ലിച്ചതക്കുകയായിരുന്നു. ആഹാ, നീ പെണ്ണുങ്ങൾക്ക് കത്ത് കൊടുക്കും അല്ലടാ ദുഷ്ട, ആഹാ പെണ്ണുങ്ങൾക്ക് ഇവിടെ നേരെ നടക്കാൻ പറ്റൂലേ എന്ന് പറഞ്ഞ് ഒരു നിമിഷം അവൻ ഓർത്തുപോയി. പഠിച്ചോനെ, ഈ കത്ത് ഞാൻ അയച്ച കത്തപ്പോൾ അതേ നീ കെട്ടണമെന്ന് വിചാരിച്ച റസിയ ഉണ്ടല്ലേ, അവൾ തന്നതാണിത് നിങ്ങൾക്ക്, അവളാണിത് പറഞ്ഞയച്ചത്. ഇത് ഞങ്ങളെ കൊട്ടേഷൻ നൽകിയത് അവൾ ക്യാഷ് തരാമെന്ന് പറഞ്ഞാണ്. ഒരു നിമിഷം അവന് ഞെട്ടിപ്പോയി. റസിയ, അല്ലോ റസിയയോ? അപ്പോൾ ഓള് ഞാൻ അയച്ച കത്ത് അവളാണോ അങ്ങനെ ചെയ്തത്? എളാം അങ്ങനെ പറയുവാൻ വേണ്ടി ആവശ്യപ്പെട്ടതായിരുന്നു. എന്നാൽ റസിയ, അവൾ വളരെയധികം വിഷമത്തിലായിരുന്നു. അവൾ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇങ്ങനെ എളാമ ചെയ്ത പരിപാടിയാണ് എന്നൊന്നും അവൾ അറിഞ്ഞില്ല. അവൾക്കിതൊന്നും അറിയുക പോലുമില്ല. അവൻ അത്യധികം വിഷമത്തിലായിരുന്നു. അവന് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. തലയാകെ വേദനിക്കുന്നു, കൈകാലുകൾ പൊങ്ങുന്നില്ല, ആകപ്പാടെ നീര് കെട്ടി. അത് വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും പറ്റിയങ്ങ് അവശനായിരുന്നു അവന്. അതെ, അവൻ്റെ വീട്ടുകാർ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അറിയില്ലെന്നായിരുന്നു മറുപടി. അവൻ്റെ മനസ്സും ശരീരവും വേദനിക്കുന്നു. ശരീരം വേദനിച്ചാലും കുഴപ്പമില്ല, മനസ്സാണ് വേദനിച്ചത്. എന്നാലും എൻ്റെ റസിയ, നീ എന്തിന്? നിനക്കെന്നെ വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞാൽ പോരെ? നിനക്കൊരു ഗൾഫുകാരനെ കിട്ടിയപ്പോൾ നീ എന്നെ അങ്ങ് ഉപദ്രവിക്കാൻ പറഞ്ഞയച്ചു അല്ലേ റസിയ, നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നീയുണ്ട്, നീ മാത്രം. അത് നീ എന്ത് ഉപദ്രവിച്ചാലും എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ല. അവൻ്റെ മുഖത്തും കണ്ണുകളിലും എല്ലായിടത്തും അതാ രക്തങ്ങൾ ഒഴുകുകയാണ്. അവനാകെ വിഷമിക്കുകയാണ്. എങ്കിലും അവൻ ആ രക്തക്കറ എടുത്തുകൊണ്ട് പേരെഴുതി വെച്ചു, അവളുടെ പേര്. അത് റസിയ. അത്രക്കും ഇഷ്ടമായിരുന്നു. റസിയ മോളെ, ശരിയാണ്, നിനക്ക് നല്ല ഭർത്താവിനെ കിട്ടി. അത് നല്ല ഫോറിൻകാരനെ കിട്ടിയപ്പോൾ പാവപ്പെട്ട കൂലിപ്പണിക്കാരനായ എന്നെ നീ അങ്ങ് ഉപേക്ഷിച്ചു. അത് നീ ജീവിക്കണം നല്ല രീതിയിൽ. റസിയ, നീ പോയാലും എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ലടി. ദുനിയാവിൽ എനിക്കൊരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കുമടി.